നിങ്ങളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറിലെയും മൊബൈലിലെയും ഏത് രേഖയും എപ്പോൾ വേണമെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി പിടിച്ചു വാങ്ങി പരിശോധിക്കാം. എത്ര ജനാധിപത്യ വിരുദ്ധമാണ് ഈ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ ബോധ്യമാകും. മൊബൈൽ കമ്പ്യൂട്ടർ രേഖകളും വിവരങ്ങളും ഇങ്ങനെ ഏത് സമയത്തും നിരീക്ഷിക്കാനും ചോർത്തുവാനും പിടിച്ചെടുക്കാനും 10ഓളം ഏജൻസികൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇതാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്ത് പൗരന്മാരെ മുഴുവൻ ഭീകരരെ പോലെ കൈകാര്യം ചെയ്യുന്നതും അവരുടെ സ്വകാര്യത നശിപ്പിക്കുന്നതുമായ ഈ ഉത്തരവിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. ഇന്റലിജൻസ് ബ്യൂറോ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, CBI, NIA, റോ, ജമ്മു കാശ്മീർ, വടക്ക് കിഴക്ക് ആസാം മേഖലകളിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് സിഗ്നൽ ഇന്റലിജൻസ് എന്നീ കേന്ദ്ര ഏജൻസികൾക്കാണ് മോദി സർക്കാർ ഈ അധികാരം നൽകിയിരിക്കുന്നത്. IT നിയമം 69-ലെ 1-ാം വകുപ്പ് പ്രകാരമാണ് ഉത്തരവ്. ഫോൺ കോളുകളും ഇമെയിലുകളും സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളും മറ്റും നിരീക്ഷിക്കാൻ മാത്രമാണ് ഏജൻസികൾക്ക് ഇതുവരെ അനുമതി ഉണ്ടായിരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ഇത്തരം നിരീക്ഷണങ്ങൾക്ക് ആവശ്യമായിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത, പ്രതിരോധം, സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയ കേസുകളിൽ നിശ്ചിത കാലത്തേക്ക് മാത്രമായിരുന്നു ഈ അനുമതി. ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നതിലും മറ്റും IBക്ക് നേരത്തെ അധികാരമുണ്ടായിരുന്നില്ല. ഇനി മുതൽ സംസ്ഥാന പോലീസിന്റെ സഹായമില്ലാതെ തന്നെ IBക്ക് സ്വന്തം നിലയിൽ കാര്യങ്ങൾ നീക്കാം. ഏറെ അപകടം പിടിച്ച നീക്കമായാണ് നിരീക്ഷകർ ഇതിനെ കാണുന്നത്. പുതിയ ഉത്തരവോടെ ഏത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായും പൗരന്മാരുടെ കമ്പ്യൂട്ടറിലെയും ഫോണിലെയും ഡിജിറ്റൽ വിവരങ്ങൾ നിരീക്ഷിക്കാനും ചോർത്താനും പിടിച്ചെടുക്കാനും അധികാരമുണ്ടാകും. ഉപയോക്താവ്, സേവനദാതാവ്, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നിവർ ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറുന്നതിൽ ഏതു സമയത്തും അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കണം. വിസമ്മതിച്ചാൽ 7 വർഷം വരെ തടവും പിഴയും ഉണ്ടാകും. ഇന്ത്യയെ പോലീസ് രാജാക്കിയത് കൊണ്ട് മാത്രം മോഡി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വകാര്യതയിൽ തലയിടാനുള്ള മോദി സർക്കാർ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് CPM നേതാവ് സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന. ടെലിഫോൺ ടാപ്പിംഗ് മേഖലയും സ്വകാര്യത സംബന്ധിച്ച കോടതി ഉത്തരവുകളും സുപ്രീം കോടതിയുടെ ആധാർ വിധിയിലെ നിരീക്ഷണങ്ങളും ലംഘിക്കുന്നതാണ് പുതിയ ഉത്തരവെന്നും യെച്ചൂരി അഭിപ്രായപ്പെട്ടു. അതേസമയം 2009 മുതൽ തുടരുന്ന ഒരു ഉത്തരവിന്റെ ആവർത്തനം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവകാശപ്പെടുന്നത്. പ്രതിപക്ഷത്തിൻ്റേത് ഊതിപ്പെരിപ്പിക്കൽ മാത്രമാണ്. 2009-ൽ UPA സർക്കാരിനെതിരെയാണ് ഇത് നിയമമാക്കിയതെന്നും ജെയ്റ്റ്ലി ഓർമ്മിപ്പിച്ചു. എന്തായാലും വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് വിലയില്ലാത്ത രാജ്യമെന്ന അപകീർത്തി കൂടി നമുക്കിനി രാജ്യാന്തര തലത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ത്യ പതുക്കെ ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യമാകുമോ എന്ന ചിന്ത ജനാധിപത്യവാദികളെ ഭയപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.